ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാണ്. അങ്ങനെ നമ്മുടെ മാമച്ചന്റെയും ഗ്രേസിയുടെയും രേവതിക്കുട്ടിയുടെയും എടുത്ത് വന്ന് ഒരു മാപ്പ് പറയുകയാണ് നമ്മുടെ ടോണി. അപ്പൊ ടോണി മാപ്പ് മാത്രമല്ല പറയുന്നത്, അവർക്ക് കുറച്ച് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ ഇത്രയും നാളും തേടി നടക്കുന്നതല്ല, അവർക്കിപ്പം ഒരു കുഞ്ഞ് അവർക്കുണ്ട്. നമ്മുടെ ഗ്രേസിയുടെയും മാമച്ചന്റെയും മകനൊരു കുഞ്ഞുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലെങ്കിലും ഇനി ജീവിക്കാലോ എന്ന് ഓർത്തിട്ടായിരിക്കാം അവര് ആ കുഞ്ഞിനെ തേടി നടക്കുന്നത്. ഏതായാലും ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് നമ്മുടെ ടോണിക്ക് അറിയാമെന്നാണ് ടോണി പറഞ്ഞത്. അപ്പം ആ കാര്യം നമ്മുടെ ഗ്രേസ് ചോദിക്കുകയാണല്ല, നീ വെളിവില്ലാതെയാണോ എല്ലാം പറഞ്ഞത്? നീ പറഞ്ഞത് ഒന്നും നിനക്ക് ഓർമ്മയില്ല. നീ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം. വേറൊന്നും അല്ല ടോണി, നീ പറഞ്ഞിരുന്നു ആ കുഞ്ഞ് എവിടെയാണെന്ന് നിനക്കറിയാം, ഏതോ ഒരു ഓർഫനേജിലുണ്ട്, അത് എവിടെയാണെന്ന് നിനക്ക് അറിയാന്ന് പറഞ്ഞിരുന്നു. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നീ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് പശ്ചാത്താപത്തോടു കൂടിയാണെങ്കിൽ, അന്ന് നീ കാണിച്ചത് തെറ്റാണെന്നൊക്കെ തോന്നുന്ന ആ ഒരു ഇതിലാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ നീ പറ, ആ കുഞ്ഞ് ഏത് ഓർഫനേജിലാ ഉള്ളത്? ഞങ്ങൾക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. നിന്റെ പുറകെ വരാനോ ഷെറിന്റെ പുറകെ വരാനോ നിങ്ങളുടെ ജീവിതം തകർക്കാനോ ഒന്നും ഞങ്ങൾ വരുന്നില്ല. ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണം. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറ എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ഞങ്ങള് ഈ വലിയൊരു കൊട്ടാരം പോലെയുള്ള വീടും കുറെ പറമ്പും അതുപോലെ കുറെ സ്ഥാപനങ്ങളും എല്ലാം ഞങ്ങൾ എന്തിനാ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാനാണോ? ഒരിക്കലും അല്ല. അനാഥാലയത്തിന് കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഞങ്ങളുടെ മോന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾക്ക് അവകാശപ്പെട്ടതല്ലേ ഇതൊക്കെ. അപ്പൊ അവക്കല്ലേ ഇത് ചെല്ലേണ്ടത്? അവക്കല്ലെങ്കിൽ അവനല്ലേ ഇത് ചെല്ലേണ്ടത്? ആ കുഞ്ഞിനല്ലേ ഇത് ചെല്ലേണ്ടത്? അപ്പം അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കാന് ഞങ്ങൾക്ക് ഇപ്പം ഒരു അവസരം കിട്ടിയിരിക്കുക. അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ദയവ് ചെയ്ത് എവിടെയാണെന്ന് പറയാന്. അപ്പോഴാണ് നമ്മുടെ ടോണി പറഞ്ഞത്, അത് ഞാൻ ആ മദ്യത്തിന്റെ ഇടയില് പറഞ്ഞതാണ്. പക്ഷെ എനിക്കറിയാം ഏതോ ഒരു ഓർഫനേജിലാണ് ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എവിടെയാണ് എന്താണെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് ഞാൻ ഒരു മദ്യലഹരിയിൽ അങ്ങ് പറഞ്ഞതാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ മാമച്ചൻ പറഞ്ഞു, അല്ല നീ സത്യമാണോ ഈ പറയുന്നത്, അതോ നീ മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടി ഞങ്ങളോട് കള്ളം പറയുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്കിപ്പോ ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. നിങ്ങളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇപ്പം വന്ന് നിങ്ങളോട് ക്ഷമാപണം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വാസ്തവമുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വാക്ക് തരാനായിട്ട് സാധിക്കും. വേറെ ഒന്നുമല്ല, എന്ത് സഹായവും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇതിൽ എന്ത് സഹായവും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണെങ്കിലും വേറെ എന്ത് സഹായമാണെങ്കിലും എന്റെ ഭാഗത്തു നിന്നും ആ സഹായം ഉണ്ടാകും. അത് ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാമച്ചന്റെ കൈ കൊടുക്കുകയാണ്. അപ്പൊ മാമച്ചനും തിരിച്ച് കൈ കൊടുത്തു. ഏതായാലും ഒരു നല്ല പ്രതീക്ഷയാണ് ടോണി നീ ഞങ്ങൾക്ക് ഇട്ട് തന്നിരിക്കുന്നത്. ഞങ്ങൾ ഇത്രയും നാളും ഒറ്റയ്ക്കായി പോയി, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളുടെ ആറ്റുനോറ്റ് ഉണ്ടായി ഞങ്ങളുടെ മകനും പോയി, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇച്ചിരി പ്രകാശം തന്നത് ഈ രേവതിക്കുട്ടി. അവളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പതുക്കെ 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 ചെകഞ്ഞ് കണ്ടുപിടിക്കാനൊക്കെ ഞങ്ങളുടെ കൂടെ കൂട്ടുനിന്നത് ഇവളാണ് പറഞ്ഞത്. ഇവളാണ് വർഷങ്ങളായിട്ട് അടച്ചിട്ട എൻ്റെ മോന്റെ മുറി തുറന്ന് അതിനകത്ത് കാര്യങ്ങളെല്ലാം നോക്കി ഷെറിൻ എന്ന് പറയുന്ന പെൺകുട്ടീനെ കുറിച്ച് അന്വേഷിച്ച് അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, അവർക്ക് ഇടയിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ ഈ രേവതിക്കുട്ടിയാണ് കണ്ടുപിടിച്ചത്. രേവതിക്കുട്ടി ഞങ്ങൾക്ക് എത്രയ്ക്ക് പ്രാധാന്യമാണോ അതിലേറെ പ്രാധാന്യമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുമകൻ അല്ലെങ്കിൽ കൊച്ചുമകൾ എന്ന് പറയുന്നപ്പോൾ അത് കണ്ടുപിടിച്ചേ പറ്റൂ. ഞങ്ങളുടെ ജീവശ്വാസം നിലയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങളെ കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ മാക്കൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ടോണി ഇറങ്ങി പോകുന്നത്. ഏതായാലും ടോണിയുടെ ഈ ഒരു പശ്ചാത്താപവും ടോണി പറയുന്നതൊക്കെ കേട്ടിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, പാവം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല, പാവം ടോണിച്ച ഭയങ്കര പാവമാണെന്ന് തോന്നുന്നു. നമ്മൾ ആ ഭാഗത്തു നിന്ന് ഒന്ന് ചിന്തിക്കേണ്ടേ? ജീവിതം തകർന്നിരിക്കല്ലേ, തകർന്ന് തരിപ്പണമായി പോയില്ലേ. വിവാഹം കഴിച്ച പെണ്ണിന് വേറൊരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ ആർക്കാ സഹിക്കുക? ആർക്കെങ്കിലും സഹിക്കുമോ? ആർക്കും സഹിക്കത്തില്ലല്ലോ. ഇതിപ്പം വിവാഹം കഴിക്കാൻ വിവാഹ സമയത്ത് അങ്ങനെ ആരും പറയാതെ ഒരു അബദ്ധം പറ്റി വിവാഹം കഴിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, അതൊക്കെ വലിയ കൊടും ക്രൂരതയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി പറയുന്നുണ്ട്, ആ കൊച്ചിനെ അവനെ അനുഗ്രഹിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം, നല്ലൊരു ജീവിതം അവനുണ്ടാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് അത് ഏറ്റവും പ്രധാനമാണ്, അത് കണ്ടുപിടിക്കണം എന്ന് മാമച്ചനും ഗ്രേസിയൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമ്മൾ കാത്തിരുന്ന ആ ഒരു സീനിലേക്ക് കടക്കാൻ പോകുന്നത്. അങ്ങനെ അലീനയും രോഹിത്തും കൂടി ചേർന്ന്
പോവുകയാണ് കോളേജിലേക്ക്. അപ്പം മാനേജ്മെന്റ് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ഒരു ലെറ്റർ ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ അലീനയും കൂടെ കൂട്ടി ചെല്ലണം എന്നാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൈജ ആദ്യം തടസ്സമൊക്കെ പെട്ടെങ്കിലും അലീന തന്നെ കൂടെ ചെല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അലീനയും കൊണ്ട് പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ അലീനയായിട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ അലീന ഇറങ്ങുന്നു. രോഹിത് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും രോഹിയേട്ടനെ വിളിച്ചിട്ടുണ്ടായിരിക്കുക? ഇനിയിപ്പം അവിടെ വീണ്ടും പഠിപ്പിക്കാനാണോ, അതോ ഇനിയിപ്പം TC എല്ലാം തന്ന് ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞ് വിട്ടയക്കാനാണോ? ഒരു പിടിപാട് കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു, പഠിപ്പിക്കാൻ അവർക്ക് യാതൊരു ഒരു ഉദ്ദേശവും ഇല്ലെന്ന് എനിക്കറിയാം ബബിതയെ. പഠിപ്പിക്കത്തില്ല എന്നെ അവരവിടെ സ്വീകരിക്കത്തില്ല. കാരണം അവരുടെ ആ ഒരു കോളേജിന് അവരുടെ കോളേജിലുള്ള ഒരു മാനേഴ്സ് ഉണ്ട്, അത് ഞാൻ പഠിക്കുന്നത് കൊണ്ട് അത് തീരും, അത് പോകുമെന്നാണ് അവർ പറയുന്നത് എങ്കിൽ എന്നെ അവിടെ പഠിപ്പിക്കാൻ അവർക്ക് താല്പര്യം ഇല്ലല്ലോ. ഞാനും ചെയ്ത് തെറ്റ് തന്നെയാണ്, അതെനിക്കറിയാം. ഇനിയിപ്പം പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കണ്ട, അത്ര മാത്രമേ ഉള്ളൂ. എന്തിനാണെങ്കിലും വിളിച്ചത് അലീന ചേച്ചി ഉണ്ടല്ലോ എന്റെ കൂടെ. അലീന ചേച്ചി കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ പേടിക്കുന്നത്? അലീന ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഒരു പേടി എനിക്ക് അലീന ചേച്ചി ഉള്ളത് കൊണ്ട് തോന്നുന്നില്ല. ഏതായാലും ഞാൻ അലീന ചേച്ചിയുടെ കൂടെ പോവുകയാണ്. എന്ത് വന്നാലും എന്റെ അലീന ചേച്ചി ഉണ്ടല്ലോ, ചേച്ചി കാത്തോളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് ഒരു ബാഗൊക്കെ തൂക്കി ഇറങ്ങുന്നുണ്ട്. അപ്പൊ പുറകെ അലീന ഒരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ബബിതയും കൃഷ്ണമോളും ദയനീയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് ബാലചന്ദ്രനും അലീനയും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ട്. അതായത് നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടി നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്? നീ എന്താ അവിടെ പോയി ചെയ്ത്? നീ അവരുടെ മനസ്സ് ഇത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടാണോ നീ പോകുന്നത്? നിന്നെ രണ്ടാമത് പേരൻസിനെ പോലും വിളിക്കാതെ നിന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്താടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നല്ല ചീത്ത പറയാനായിരിക്കും, ചിലപ്പോൾ കണ്ണുകൊട്ടത് ചീത്ത കിട്ടുമായിരിക്കും എനിക്ക്. കൃഷ്ണമോളും ബബിതയൊക്കെ പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്നെ ചീത്ത പറയാനായിരിക്കും. കാരണം ഞാന് ചോദ്യം ചെയ്തല്ലോ അവരെ. അപ്പം ഈ ചോദ്യം ചെയ്യാന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. നമ്മൾ സത്യം പറയുന്നത് ആർക്കും പിടിക്കില്ല അച്ഛാ, അത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ദേഷ്യം, അല്ലെങ്കിൽ എന്നെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കണം. മാനേജ്മെന്റ് ഒക്കെ അവിടെ യോഗമാണല്ലോ, അവിടെ ഒരു കമ്മിറ്റി എങ്ങാണ്ടാണ്. അപ്പൊ ആ ഒരു കമ്മിറ്റിയിലിട്ട് എന്നെ അവർക്ക് വധിക്കണം അല്ലെങ്കിൽ അപമാനിക്കണം. അതിനുവേണ്ടി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല എന്നാ പിന്നെ നിനക്ക് പോകാതിരുന്നാ പോരെന്ന് ചോദിച്ചപ്പോ അത് ശരിയല്ല. നമ്മൾ ഒരാൾ ഇങ്ങനെ ഒരു ലെറ്റർ തന്ന് നമ്മൾ ഇങ്ങനെ ക്ഷണിക്കുമ്പോൾ നമ്മൾ പോകാതിരിക്കുന്നതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അവിടെ പറഞ്ഞതല്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നും അല്ല സംസാരിച്ചത്. എന്തുകൊണ്ടാണ് അച്ഛന് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്തത്? അച്ഛനൊരു പുരോഹിതനല്ലേ? തെറ്റ് ചെയ്തവര് വന്ന് കുമ്പസരിക്കുമ്പം അവിടെ അതിന്റെ പാപം തീരും, പാപക്കറ തീരും എന്ന് കരുതി ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വൈദികനല്ലേ. അപ്പൊ വൈദികനോട് ഞാൻ ചോദിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ വേറൊന്നും ചോദിച്ചിട്ടില്ല. അവിടെ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛാ, അതുകൊണ്ട് ഞാൻ രോഹിത്തിനെ ആയിട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, നീ പോ, നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നീ പോ. നീ ഇപ്പൊ TC തരുവാണെങ്കിൽ TC മേടിച്ചോണ്ട് പോരുക, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നീ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. പണ്ട് മറ്റേ മണ്ണെണ്ണ കോരി മേത്തൊഴിച്ച പോലെ ആയി പോകരുത്. എല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ വിളിച്ചേക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഞാൻ വിളിച്ചേക്കാം അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അലീന. അങ്ങനെ ഏതായാലും അലീനയും രോഹിത്തും കൂടി പടിയിറങ്ങുകയാണ്. നേരെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോവുകയാണ്. അങ്ങനെ അലീനയും രോഹിത്തും പോകുന്നതിനിടയിൽ പല പല കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഓടി എത്തുന്നുണ്ട്. എന്തിനായിരിക്കും അവിടെ ചെല്ലുന്നത് വരെ ചങ്കിടുപ്പോട് കൂടി തന്നെയാണ് ഈ പറയുന്ന അലീന പുറമെ രോഹിത്തിന്റെ മുമ്പിൽ കാണിച്ചില്ല എങ്കിൽ പോലും അലീനയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുമ്പിലിട്ട് വാട്ടി തളർത്തിയിട്ടുണ്ടെ അലീന എന്ത് ചെയ്യും? ഇപ്പം അച്ഛന്റെ മുമ്പിൽ സംസാരിച്ചതുപോലെ ചിലപ്പോൾ 10 പേര് കൂടി ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കെൽപ്പ് നമ്മുടെ അലീനയ്ക്ക് ഉണ്ടാവുമോ? ഏതായാലും അലീന ഇതൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പൊ നമ്മുടെ രോഹിത് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി എന്താ, അലീന ചേച്ചിക്ക് ധൈര്യം ഉണ്ടോ? അലീന ചേച്ചി എന്തിനാ എന്റെ കൂടെ വരുന്നത്? അലീന ചേച്ചി അന്ന് എന്റെ കൂടെ വന്നത് കൊണ്ടല്ലേ ഇപ്പൊ അലീന ചേച്ചിനെ അവര് വിളിക്കുന്നത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ? വെറുതെ വയ്യാവേലി എടുത്ത് തലേ വെച്ച പോലെ തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്ത് വയ്യാവേലി മോനെ? ഇതൊന്നും വയ്യാവേലിയോ എത്തുന്നു എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ അപ്പുറം അലീന കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മളിനി അതിന്റെ പുറകെ പോകാനൊന്നും പോകുന്നില്ലല്ലോ. കൊച്ചിന്റെ TC കിട്ടുകയാണെങ്കിൽ മേടിച്ചോണ്ട് വരിക, നമുക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും വഴി നോക്കുക. ഏതായാലും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം മോന് പഠിക്കാൻ പറ്റും. അവര് വിളിച്ച സ്ഥിതിക്ക് നമ്മൾ പോകാതിരുന്നാലല്ലേ അതൊരു അപമര്യാദ. അപ്പൊ നമ്മൾ പോണം, നമ്മൾ പോയിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് അലീന ചേച്ചിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. അലീന ചേച്ചി നമുക്ക് പോകാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ പണ്ട് കണ്ടൊരു കൊച്ചച്ഛൻ, അത് ഒരു കൊച്ചച്ഛൻ ഉണ്ടായിരുന്നല്ലോ. അതായത് അച്ഛന്റെ നമ്മുടെ ഈ മാനേജർ അച്ഛന്റെ കീഴിലെങ്ങാണ്ടുള്ളതാണ് കൊച്ചച്ഛൻ എങ്ങാണ്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊച്ചച്ഛൻ എങ്ങാണ്ടാന്നാ പറഞ്ഞത്. അപ്പൊ ആ പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അലീനയെ കണ്ടതും
എന്തോ ഒരു ബഹുമാനം കേട്ടോ. അലീനയെ കണ്ടതും ഇവർക്കൊക്കെ ഒരു ബഹുമാനം. കാരണം ഇവര് അതുപോലെ ഒരു ബഹുമാനത്തോടു കൂടി അലീനയെ നോക്കുന്നു. അലീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ കയറി വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. വഴക്ക് പറയാനാ വിളിച്ചതെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അകത്തേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഇപ്പം തന്നെ വരും, ഇവിടെ ഇരുന്നോളാൻ പറയുന്നു. അങ്ങനെ മാനേജർ അച്ഛന്റെ ആ ഒരു അവിടെ ഒരു കയറി ഇരുന്നു. ആ ഒരു സോഫയിലോ സെറ്റിയിലോ അങ്ങോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ തന്നെ അച്ഛൻ വന്നു. അച്ഛൻ വന്നോണ്ട് നമ്മുടെ അലീന എണീറ്റു, രോഹിത് എണീറ്റു. അപ്പോഴത്തേക്കും അച്ഛൻ വന്നിട്ട് ഒന്നും കൂടി വരേണ്ടി വരുമെന്ന് അറിയത്തില്ലായിരുന്നല്ലേ? അല്ല, അന്ന് ഇവിടെ നിന്ന് പോയപ്പോഴേ എന്തൊക്കെയോ പറഞ്ഞിട്ടാണല്ലോ പോയത്. അങ്ങനെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ? ഞാനേ അന്നൊന്നും നിങ്ങളോട് തിരിച്ചു പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. എല്ലാം മിണ്ടാതെ നിന്ന് കേൾക്കല്ലായിരുന്നോ? ഒരു പുരോഹിതനോട് പറയേണ്ട കാര്യങ്ങളാണോ കുട്ടി എന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഫാദർ. ഞാൻ എന്താ തെറ്റ് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട് എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് രോഹിത് നമ്മുടെ അലീനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നാ പിന്നെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛനെ സോപ്പിടാൻ നോക്കുമല്ല. ഞാൻ പറഞ്ഞത് തെറ്റൊന്നും അല്ല, ശരിയാണ് എന്ന് അലീന പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് അലീനയെ ഒന്ന് നോക്കി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഫാദർ പറഞ്ഞു, ഇതാണ് വേണ്ടത്. നമ്മൾ പറയുന്ന വാക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അത് ശരിയാണെങ്കിൽ അത് ഉറച്ചു നിൽക്കുക തന്നെ വേണം. നമ്മൾ പറയുന്ന വാക്ക്, അതിനാണ് വില വേണ്ടത്. ഏതായാലും അലീന അല്ലെ, അലീന രോഹിത്തിന്റെ ആരാ എന്നെടുത്ത് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ രോഹിത് പറഞ്ഞു, എന്റെ ചേച്ചിയാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ ഞാനിവന്റെ ചേച്ചിയാണ്. ഞാന് കർമ്മം കൊണ്ട് ഇവന്റെ ചേച്ചിയാണ്. പിന്നെ ഞാൻ ഇവന്റെ വീട്ടിൽ സർവന്റ് ആയിട്ട് വന്നതാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോ, സർവന്റോ? ആ അതെ, ഞാൻ ഇവന്റെ വീട്ടില് ഇവന്റെ മുത്തശ്ശീനെ നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവിടെയുള്ള എല്ലാവരും എന്നെ ഒരു മോളെ പോലെ തന്നെയാണ് കരുതുന്നത്. ഇവന്റെ സഹോദരിയായിട്ട് തന്നെയാണ് എന്നെ കരുതുന്നത്. രോഹിത്തും അതുപോലെ രോഹിത്തിന്റെ കുടുംബവും നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നല്ല മനസ്സുള്ളവരാണ് അവിടെ ഉള്ളവരെല്ലാവരും. എല്ലാവർക്കും ഒരു പൊതുവെ ഒരു ധാരണയുണ്ട്. അവർക്ക് കുറച്ച് പണമുണ്ട്, അഹങ്കാരമുണ്ട്. അതിന്റെ പണത്തിന്റെ പുറത്താണ് രോഹിത്ത് പുറത്തിറങ്ങിയെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല. രോഹിത്ത് ചെയ്ത തെറ്റ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഫാദർ. അപ്പം നമ്മുടെ ഫാദർ പറഞ്ഞു, നിർത്ത്, മതി, ഇനിയിപ്പോ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. ഞാൻ നിങ്ങൾ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചു, കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു, കമ്മിറ്റി കൂടി. അപ്പൊ ഞാന് ഒരു തീരുമാനം അങ്ങ് എടുത്തു. എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. നമ്മുടെ രോഹിത്തിനെ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്നില്ല. അവൻ ഇവിടെ നിന്ന് തുടർന്ന് പഠിക്കാനുള്ള ഒരു അധികാരം അല്ലെങ്കിൽ അവന്റെ അവകാശം അത് നൽകുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രോഹിത്തും അലീനങ്ങ് വല്ലാണ്ടായി പോയിട്ടോ. എന്നിട്ട് നമ്മുടെ രോഹിത്തിനോട് തന്നെ കുറെ നേരം അച്ഛൻ സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല അച്ഛൻ പറയുന്നത്, നീ ചെയ്തത് എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഇനി നീ അത് ആവർത്തിക്കില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അലീന പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. പാപികൾ, അതായത് ഒരു തെറ്റ് ചെയ്ത ഒരാളെ എല്ലാവരും കല്ലെറിയുമ്പോൾ അവര് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരക്കണമല്ലോ. അപ്പൊ അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് അലീനയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നിയത്. ശരിയാണ്, അലീന പറഞ്ഞതിൽ എന്താണ് തെറ്റിരിക്കുന്നത്? ഞാനൊരു പുരോഹിതനാണ്. ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ നിന്നോട് ആരാ ക്ഷമിക്കുക? ഇപ്പൊ നിങ്ങളെല്ലാവരും ഇതുവരെ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ പുരോഹിതന്മാരിലൂടെയാണ് നിങ്ങൾ ദൈവത്തിനെ അറിയുന്നത്, കാണുന്നത്. അപ്പം ദൈവം ക്ഷമിക്കാത്ത തെറ്റ് വല്ലതും ഉണ്ടോ? ആ ദൈവത്തിന്റെ കോടതിയിൽ നമ്മൾ എന്ത് തെറ്റ് ഏറ്റു പറഞ്ഞാലും ദൈവം അത് ക്ഷമിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ തെറ്റ് ക്ഷമിച്ചിരിക്കുകയാണ്. ഇനി നീ ഇത് ആവർത്തിക്കരുത്. അലീന പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചേച്ചി നിനക്കുള്ളത് നിന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അലീന വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിനക്കിപ്പം ഇവിടെ ഞങ്ങൾ വീണ്ടും കോളേജിലെ ആ സീറ്റ് തന്നെ തരുന്നത് എന്ന് പറയാട്ടോ. ഭയങ്കര സന്തോഷമാവും. അലീന ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ ഫാദറിന്റെ മുമ്പിൽ കൈകൂപ്പുവാണ് അലീന. ഒരിക്കലും മറക്കില്ല ഫാദറെ. കാരണം അത്രയ്ക്കും വിഷമിച്ചാ ഞങ്ങൾ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനി എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേദന ഫാദറിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വൈജ ഇനിയിപ്പം എന്താ പറയാ, ഒരു രാത്രിയും കൂടെ ഉള്ളൂ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞു. അപ്പൊ വൈജ ഇങ്ങനെ ഇരുത്തി ചിന്തിക്കുകയാണ് കഴിഞ്ഞ കാലവും ഇവിടെ നിന്നുള്ള ഇറങ്ങിപ്പോക്കും. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ ഫോട്ടോയും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ബാലചന്ദ്രന്റെ വൈജയുടെ വിവാഹ ഫോട്ടോ അതോ ഫാമിലി ഫോട്ടോ ആണോ, അതൊക്കെ ഇങ്ങനെ നോക്കി നമ്മുടെ വൈജ എന്തൊക്കെയോ ചിന്തിച്ചിരിപ്പുണ്ട്. അപ്പൊ